ഗ്ലോബൽ ഹണി എക്സ്പീരിയൻസ് എന്ന തീം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നമ്മുടെ കമ്പനിയിൽ 20 വെറൈറ്റീസ് ഓഫ് ഹണീസ് ഉണ്ട്. ഇപ്പൊ നമുക്ക് മലയാളികൾക്ക് ആകെ അറിയാവുന്നത് ചെറുതേനും വൻതേനും മാത്രം. പക്ഷേ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയാത്ത തരം ഹണികൾ, അതായത് ഇമ്പോർട്ട് ചെയ്യുന്ന ഹണികൾ ഉൾപ്പെടെ നമ്മളുടെ ഗ്ലോബൽ ഹണി എക്സ്പീരിയൻസ് സെന്ററിൽ കിട്ടും. ഇവിടെ നമുക്ക് ചെറുതേനുണ്ട്, വൻതേനുണ്ട്, ലിച്ചി ഹണി ഉണ്ട്, അതുപോലെ തന്നെ ജാമുൻ ഹണി ഉണ്ട്, യുക്കാലിപ്സ് ഹണി ഉണ്ട്, ബ്ലാക്ക് ഫോറസ്റ്റ് ഹണി ഉണ്ട്, അക്കേഷ്യ ഹണി ഉണ്ട്, വൈൽഡ് ഫോറസ്റ്റ് ഹണി ഉണ്ട്. അങ്ങനെ നമുക്ക് 20+ വെറൈറ്റീസ് ഓഫ് ഹണീസ് ആണുള്ളത്. ഒപ്പം നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന മണുക്ക ഹണി എന്ന് പറയുന്ന ഒരു ഹണിയും കൂടി നമുക്ക് ലഭ്യമാണ്. മണുക്ക ഹണി എന്ന് പറയുന്നത് ന്യൂസിലൻഡിൽ നിന്ന് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു ഹണിയാണ്. ഈ ഹണി എന്ന് പറയുമ്പോൾ ബെസ്റ്റ് ഹണീസ് ഇൻ ദി വേൾഡ് നോക്കാൻ നേരത്തെ ഒരു ഹണിയാണ് മണുക്ക ഹണി എന്ന് പറയുന്നത്. ഈ ഹണി നമുക്ക് എന്താ പറയുക, ഷുഗർ ഉള്ള പേഷ്യൻസിന് ഉൾപ്പെടെ എല്ലാ ദിവസവും കഴിക്കാവുന്നതാണ്. ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു ഹണിയാണ് മണുക്ക ഹണി എന്ന് പറയുന്നത്. പിന്നെ ഇതിന് പുറമെ നമുക്ക് ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ബൈ ചെയ്യാൻ പറ്റുന്നത്. അതാണ് ഈ ഒരു കൺസെപ്റ്റ്. ഗ്ലോബൽ ഹണി എക്സ്പീരിയൻസ് സെന്ററിന്റെ മെയിൻ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ യുണീക്ക് കൺസെപ്റ്റ് ആണ്. നമുക്ക് എല്ലാം എന്താ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ബൈ ചെയ്യാവുന്നതാണ്. നോർമലി ഇപ്പോൾ നമ്മൾ കാണുന്ന ഹണീസ് എല്ലാം എന്ന് പറയുന്നത് നമുക്കൊരു ഭയം ഉണ്ടാകും. എന്താ പറയുക, ഷുഗർ സിറപ്പ് ഉണ്ടാവുമോ, ടേസ്റ്റ് ബൈ ചെയ്ത് കഴിയുമ്പോഴേക്കും എന്താ പറയുക, ഈ ശർക്കര പാനി കലക്കി വെച്ചതെന്നൊക്കെ നമുക്ക് ഭയം ഉണ്ടാവും. പക്ഷെ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഭയവും കൂടാതെ നിങ്ങൾക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ക്രിസ്റ്റലൈസേഷൻ എന്ന് പറയുന്നത് നാച്ചുറൽ ഹണി ആയതുകൊണ്ടാണ് അത് ക്രിസ്റ്റലൈസ് ആവുന്നത്. അതെല്ലാം നമ്മളിപ്പോ ഷുഗർ സിറപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അത് ക്രിസ്റ്റലൈസേഷൻ ആവത്തില്ല. ആ ക്രിസ്റ്റലൈസേഷൻ മാറാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറു ചൂടുവെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് മുക്കി വെച്ച് കഴിഞ്ഞാൽ ആ ക്രിസ്റ്റലൈസേഷൻ മാറും. നല്ല ഹണി ആയതുകൊണ്ടാണ് അത് ക്രിസ്റ്റലൈസ് ആവുന്നത്. അല്ല, പ്യുവർ ഹണീസേ ക്രിസ്റ്റലൈസ് ആവത്തുള്ളൂ. പ്യുവർ അല്ലാത്ത ഹണീസ് ഒരിക്കലും ക്രിസ്റ്റലൈസ് ആവത്തില്ല. ഹായ് ബിലവേഴ്സ്, ഈ കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് വളരെ സ്വീറ്റ് ആയിട്ടുള്ള ഒരു ഇനാഗുറേഷൻ ഇവൻറ്റിൽ പങ്കെടുക്കുവാൻ ക്ഷണം ലഭിച്ചു. മധുരം എന്ന് പറയുമ്പോൾ തേനോളം മധുരമുള്ള വേറെ എന്തുണ്ടല്ലേ. ബിജു തടത്തിൽ ഫാം ഹണിയുടെ വളരെ യുണീക്ക് കോൺസെപ്റ്റായ ഗ്ലോബൽ ഹണി എക്സ്പീരിയൻസ് സെൻറ്റർ കോലഞ്ചേരിക്കടുത്ത് 10-ാം മൈലിൽ നമ്മുടെ മലയാളികളുടെ അഭിമാനം കീബോർഡ് മജീഷ്യൻ ശ്രീ സ്റ്റീഫൻ ദേവസി ഇനാഗുറേറ്റ് ചെയ്തു. ഗ്ലോബൽ ഹണി എക്സ്പീരിയൻസ് സെൻറ്റർ എന്ന ഈ കോൺസെപ്റ്റ് എന്താണെന്ന് ഈ കമ്പനിയുടെ സെയിൽസ് ആൻഡ് ഓപ്പറേഷൻസ് മാനേജർ മിസ് മെറീബ നിർമ്മൽ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞത് നിങ്ങൾ കേട്ട് കാണുമല്ലോ. ചെറുപ്പം മുതൽ തന്നെ തേനീച്ച വളർത്തലും തേൻ ഉൽപ്പാദനവും ഒരു ഹോബിയാക്കിയ ആ ഹോബിയെ ഇന്നൊരു എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ഹണി ബ്രാൻഡ് ആക്കി മാറ്റിയ ഈ സ്ഥാപനത്തിൻ്റെ MD ശ്രീ ബിജു തടത്തലിൻ്റെ വിജയഗാഥയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ സ്വാഗത പ്രസംഗത്തിലൂടെ അറിയാൻ കഴിഞ്ഞപ്പോൾ വളരെയധികം അഭിമാനം തോന്നുകയുണ്ടായി. ബിജു തടത്തിൽ ഫാം ഹണി എന്ന ഈ ബ്രാൻഡിനെക്കുറിച്ചും ഇവിടുത്തെ ഹണിയെക്കുറിച്ചും എനിക്കറിയാൻ കഴിഞ്ഞത് ഈ സ്ഥാപനത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന എൻ്റെ അനുജത്തി ശരണ്യ സുമേഷ് മുഖേനയാണ്. പതിവായി തേൻ കഴിക്കുന്ന ശീലമുള്ള ഞങ്ങൾക്ക് ആദ്യ സ്പൂൺ നാവിൽ രുചിച്ചപ്പോഴേ ആ പരിശുദ്ധ തേനിൻ്റെ ഗുണമേന്മ അറിയാൻ കഴിഞ്ഞു. പിന്നീട് ഇവിടെ നിന്ന് 1 കിലോ ഹണി വാങ്ങി ഉപയോഗിച്ചു തുടങ്ങി. അതുപോലെ തന്നെ ഇവരുടെ മറ്റൊരു യുണീക്ക് കോൺസെപ്റ്റാണ്, അല്ലെങ്കിൽ തികച്ചും ഇന്നോവേറ്റീവ് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് ഹണി സ്പൂൺ എന്നത്. 15 ഗ്രാം തേനടങ്ങിയ ഒരു സീൽഡ് സ്പൂൺ. ഈ ഡയബറ്റീസ് ഒക്കെ ഉള്ളവർക്ക് അവരുടെ ഷുഗർ ലെവൽ താണു പോവുകയാണെങ്കിൽ കയ്യിൽ കരുതുന്ന ഒരു ടോഫിയോ അല്ലെങ്കിൽ ഒരു ക്യാൻഡിയോ അതിന് പകരം അവർക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഇത് ഞാൻ ഉപയോഗിച്ച് നോക്കിയിരുന്നു. അപ്പോൾ ആ ഉപയോഗിച്ച് തീരുമ്പോൾ അതിലൊരു തേനിൻ്റെ ക്രിസ്റ്റൽ പോലെ കാണപ്പെട്ടു. ആദ്യം എനിക്കൊരു സംശയം തോന്നി. പിന്നീടാണ്
ഇങ്ങനെ ക്രിസ്റ്റലൈസ്ഡ് ആകുന്ന തേനാണ് ഹൈ ക്വാളിറ്റിയുള്ള പരിശുദ്ധ തേനെന്ന പുതിയ അറിവ് കൂടി എനിക്ക് ലഭിച്ചു. ആ വിവരമാണ് ഞാൻ മെറിബയോട് ചോദിച്ച് ക്ലാരിറ്റി വരുത്തിയത്. ഇനി ഒരു കാര്യം ഒരു ഡിസ്ക്ലൈമറായിട്ട് പറയുകയാണ്, ഇതൊരിക്കലും ഒരു പെയ്ഡ് പ്രൊമോഷനോ ബ്രാൻഡ് പ്രൊമോഷനോ അല്ല, മറിച്ച് ഞങ്ങൾക്ക് ഗുണമേന്മ തോന്നിയ ഒരു പ്രോഡക്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്തുക മാത്രമാണ് ചെയ്തിട്ടുള്ളൂ. ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.